ഇനി നിങ്ങൾ നോക്കൂ, ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും ചെയ്യണമെന്ന് ഉദ്ദേശിക്കണ്ടേ? അല്ലേ? ഉദ്ദേശിക്കണ്ടേ? അത് ഉദ്ദേശിക്കാൻ നിങ്ങൾ മനസ്സിലാക്കണം. നബിയാകട്ടെ അല്ലെങ്കിൽ മലക്കാകട്ടെ ആരാകട്ടെ, ഒരു കാര്യം ഉദ്ദേശിക്കണമെങ്കിൽ അവൻ അത് ഉദ്ദേശിക്കണം എന്ന് അള്ളാഹ് ഉദ്ദേശിക്കണം. ഉദ്ദേശിക്കണമെങ്കിൽ അള്ളാഹ് ഉദ്ദേശിക്കണം, അയാൾ ഉദ്ദേശിക്കണം. ഖുർആനിൽ അല്ലാഹ് പറയാണ്, അള്ളാഹ് ഉദ്ദേശിക്കാതെ നിങ്ങൾക്കൊന്നും ഉദ്ദേശിക്കാനാവൂല. അപ്പൊ എന്ത് കാര്യം ഉദ്ദേശിക്കണമെങ്കിലും ആദ്യം അള്ളാഹ് ഉദ്ദേശിക്കണം. അപ്പൊ പിന്നെ അള്ളാഹുവിന്റെ ഉത്തരവില്ലാതെ അള്ളാഹ് ഉദ്ദേശിക്കാതെ പടച്ചവനോട് ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ കഴിയൂല. പിന്നെ എങ്ങനെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാതെ ഞങ്ങൾക്കൊക്കെ ആ ദൈവങ്ങൾ വാങ്ങിത്തരും എന്ന് പറഞ്ഞത്? അത് നടക്കൂല. ഖുർആൻ വ്യക്തമായി പറയുകയാണ്. ഓ സുഹൃത്തുക്കളെ, അതേ സമയത്ത് നിങ്ങൾ ഇനിയും ഒരുപാട് പറയാനുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ ആയത്തുകൾ പറയുന്നില്ല. വലാ യംലിക്കുൽ ലദീന യദ്ഊന മിൻ ദൂനിഹി ശഫാഅ, ഒരിക്കലും തന്നെ ആ മക്കയിലെ മുശ്രിക്കുകൾ അവര് വിളിക്കുന്ന ദൈവങ്ങൾക്ക് ഒരു റെക്കമെൻഡും ഉടമയാക്കാൻ കഴിയൂല. ഇല്ലാ മൻ ശഹിദ ബിൽ ഹഖ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനല്ലാതെ. വഹും യഅലമൂൻ, ബോധപ്രകാരം അതാ കലിമത്ത് തൗഹീദ് അംഗീകരിക്കാത്തവർക്ക് ഒരു ശഫാഅത്തും ഒരു റെക്കമെൻഡും ഒരാളിൽ നിന്നും കിട്ടൂല. ഇനി ഒന്നുകൂടി പറയാം. അങ്ങനെ അല്ലാഹുവിന് പങ്കുകാരുണ്ട്. ആ പങ്കുകാര് പറഞ്ഞാൽ ഒരിക്കലും തന്നെ തള്ളാൻ കഴിയൂല. പടച്ചവൻ ഭയപ്പെടേണ്ടി വരും എന്നാണ് മുശ്രിക്കുകൾ വിശ്വസിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു വലിയ കറാമത്ത് മുഖേന സഹായിക്കുമെന്ന് നിലക്ക് അവരോട് സഹായം തേടിയതല്ല. അവരെ പ്രശ്നം എന്താണ്? ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവൻ അഹങ്കരിക്കുമോ? അത് അംഗീകരിക്കൂല. എന്നിട്ട് റസൂലുള്ളാഹിനെ പറ്റി അവർ പറയും, ഇന്നാല താരിഖു ആലിഹത്തിനാ ലിശാഇരിൻ മജ്നൂൻ, ഇതൊരു ഭ്രാന്തനായ പാട്ടുകാരനാണ്. ഈ വിശ്വാസമുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളെ കുറിച്ചാണ്. പേരോടിനെ പോലെ മുനാഫിക്കീങ്ങളല്ല, അവര് അള്ളാഹുവിൽ വിശ്വസിച്ചവരാണെന്ന് ഷാർജ എന്ന് വരുന്ന മൗലവിനാഥാവിന് പ്രസംഗിച്ചത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ഞാനീ പറഞ്ഞതൊക്കെ തെറ്റാണോ എന്നൊരു ചെറിയ സംശയം വല്ല മുജാഹിദ് സുഹൃത്തുക്കൾക്കും ഉണ്ടെങ്കിൽ അവരൊന്ന് നോക്കട്ടെ. എന്തിനാ തൗഹീദ് എന്ന് പറയുന്നത്? എന്തിനാണ് ശിർക്ക് എന്ന് പറയുന്നത്? അത് നിങ്ങളെ നേതാക്കന്മാർ നിങ്ങൾക്ക് ഇന്ന് വരെ പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ അവരെ പുസ്തകത്തിൽ അറിയാതെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാനൊന്ന് നോക്കി വായിക്കാം, കേട്ടോളൂ. മുശ്രിക്കുകൾ ആർക്കാ മുശ്രിക്ക് എന്ന് പറയാം? സുന്നികളൊക്കെ മുശ്രിക്കുകളാണ് എന്നാണല്ലോ വാദം. കേൾപ്പിക്കാം. അങ്ങനെയാ വാദം. ആർക്കാ മുശ്രിക്ക് എന്ന് പറയാ? അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ കേരള നെതുവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ചത്. ആർക്കും തർക്കമില്ലാത്ത പരിഭാഷ മുജാഹിദ്, നമുക്കല്ലോ. മുശ്രിക്കുകൾ അതിന്റെ നേരെ അർത്ഥം വെച്ച എന്താ? ബഹുദൈവ വിശ്വാസികൾ. അപ്പൊ മുശ്രിക്ക് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? ബഹുദൈവ വിശ്വാസികൾ. ഞാൻ ചോദിക്കട്ടെ, സുന്നികൾ ആരെങ്കിലും ബഹുദൈവ വിശ്വാസികൾ ഉണ്ടോ? ഒരു ദൈവത്തിലധികം വിശ്വസിച്ചുണ്ടോ? അപ്പൊ നമ്മൾ മുശ്രിക്കാണെന്ന് പറയും വല്ല വകുപ്പുണ്ടോ? ഇവരെ ഖുർആൻ പരിഭാഷ അനുസരിച്ചുണ്ടോ? എനിക്ക് കേട്ടോളെ, മുശ്രിക്കുകൾ വഴിപിഴച്ചതിന്റെ പ്രധാന കാരണം ശിർക്ക് തന്നെ. അത് ശരിയാണ്, ശരിയാ. ഇനി എന്തിനാ ശിർക്ക് എന്ന് പറയാ? എന്തിനാ ശിർക്ക് എന്ന് പറയാൻ പഠിച്ചാൽ പിന്നെ കായക്കൊടി ഹനീഫ ഒരിക്കലും സക്കരിയ സലായി മുശ്രിക്കാന്ന് പറയൂലട്ടോ. ഒരു സക്കരിയ സലായി കായക്കൊടി മുശ്രിക്കാന്ന് പറയൂലട്ടോ. ഇവര് രണ്ടാളും അതെ അബ്ദുസ്സലാം സലീം മുശ്രിക്കാന്ന് പറയൂലട്ടോ. പ്രശ്നം എന്താ വെച്ചാൽ ശിർക്ക് എന്താന്ന് ഇവർ പഠിച്ചില്ല എന്നുള്ളതാണ്. നമ്മൾ മുശ്രിക്കാന്ന് എന്തായാലും പറയൂല, അത് ഉറപ്പന്നെ. എന്തേ കാരണം? ശിർക്ക് എന്ന് പറയുന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കാതിരിക്കണ്ട. മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷ നോക്കി വായിക്കാൻ കേട്ടോളൂ. മുശ്രിക്കുകൾ വഴിപിഴച്ചതിന്റെ പ്രധാന കാരണം ശിർക്ക് തന്നെ. അല്ലാഹുവിന് പ്രത്യേകമായുള്ള അധികാരാവകാശങ്ങളിലും ഗുണവിശേഷങ്ങളിലും പ്രവർത്തനങ്ങളിലും ഇതര വസ്തുക്കൾക്ക് പങ്കോ സാമ്യതയോ കൽപ്പിക്കുന്നതാണല്ലോ ശിർക്ക്. എന്താ ശിർക്ക്? അമ്പിയാക്കളെ വിളിക്കലല്ല, ഔലിയാക്കളെ വിളിക്കലല്ല, മക്ബറെ പോക്കല്ല. എന്താ ശിർക്ക്? അള്ളാഹുവിന് പ്രത്യേകമായുള്ള അധികാരാവകാശങ്ങളിൽ അള്ളാഹു മാത്രമേ സൃഷ്ടിക്കുന്നവനുള്ളൂ. അള്ളാഹ് മാത്രമേ സൃഷ്ടിക്കുന്നവനുള്ളൂ. അത് അവന്റെ അവകാശ അധികാരം.
അല്ല മാത്രമേ ആരാധ്യനുള്ളൂ, അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നവനുള്ളൂ. മറ്റുള്ളവർക്ക് അല്ല കൊടുക്കുന്ന കൈ കൊണ്ടുള്ള ഗുണം ചെയ്യലേ ഉള്ളൂ. അങ്ങേയറ്റത്തെ ഗുണം പടച്ചവന്റെ തന്നെ കിട്ടുള്ളൂ. അല്ല ഉദ്ദേശിച്ചാലേ ഒരാൾക്ക് ഗുണം ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കാൻ തന്നെ കഴിയുള്ളൂ. അല്ല കൊടുത്താലേ ഗുണം തരാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങേയറ്റത്തെ ഗുണം അള്ളാഹുവിൽ നിന്നേ കിട്ടുള്ളൂ. മറ്റുള്ളൊക്കെ അല്ല കൊടുത്തിട്ട് അപ്പൊ അങ്ങേയറ്റത്തതാവൂല. അപ്പൊ അങ്ങേയറ്റത്തെ ഗുണം പ്രതീക്ഷിക്കപ്പെടുന്ന അന്നേ ഉള്ളൂ. അപ്പൊ അള്ളാഹുവിന് ശരിക്കും മനസ്സിലാക്കണം, അള്ളാഹുവിന് പ്രത്യേകമായുള്ള അധികാരാവകാശങ്ങളിലും ഗുണവിശേഷങ്ങളിലും പ്രവർത്തനങ്ങളിലും ഇതര വസ്തുക്കൾക്ക് പങ്കോ സാമ്യതയോ കൽപ്പിക്കുന്നതാണല്ലോ ശിർക്ക്. ഞാൻ ചോദിക്കുന്നു, അല്ലാഹു തആല റഹ്മത്തുൽ ലിൽ ആലമീനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞയച്ചു. ഖുർആനാണത്. സർവ്വ ലോകത്തിനും അനുഗ്രഹമായി പറഞ്ഞയച്ചു. ആ അനുഗ്രഹം നബിയിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ അവിടെ അള്ളാഹുവിൽ പങ്കുചേർക്കൽ എവിടെ? അള്ളാഹിന്റെ വിശേഷണത്തിൽ പങ്കുചേർക്കുന്നുണ്ടോ? അള്ളാഹിന്റെ പ്രവൃത്തിയിൽ പങ്കുചേർക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ ദാത്തിൽ പങ്കുചേർക്കുന്നുണ്ടോ? ഒരു വിഷയത്തിലും പങ്കുചേർക്കലില്ല. മറിച്ച് റസൂലുള്ളാഹിന്റെ മഹത്വം അംഗീകരിക്കലാണുള്ളത്. ശിർക്ക് എന്താണെന്ന് നിങ്ങളൊന്ന് പഠിക്കൂ. മുജാഹിദിന്റെ പരിഭാഷ വെച്ചാ പറയുന്നത്, അള്ളാഹുവിന് പ്രത്യേകമായുള്ള അധികാരാവകാശങ്ങളിലും ഗുണവിശേഷങ്ങളിലും പ്രവർത്തനങ്ങളിലും ഇതര വസ്തുക്കൾക്ക് പങ്കോ സാമ്യതയോ കൽപ്പിക്കുന്നതാണല്ലോ ശിർക്ക്. ഞങ്ങൾ മുസ്ലിമീങ്ങൾ ഇന്ന് വരെ പടച്ചവന്റെ ഒരു വിശേഷണത്തിലും മറ്റൊരാൾക്ക് പങ്കുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല, സാമ്യതയുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല. പടച്ചവന്റെ ദാത്തില് പങ്കുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല. പടച്ചവന് മക്കളുണ്ട് എന്ന് പറയുമ്പോൾ പടച്ചവന്റെ ഒരു അംശമാണ് എന്ന് പറയലാവും. അപ്പൊ ദാത്തിൽ പങ്കുണ്ടെന്ന് വരും, സത്തയിൽ പങ്കുണ്ടെന്ന് വരും. ഇതുപോലെ തന്നെ സുഹൃത്തുക്കളെ, പടച്ചവന്റെ പ്രവർത്തനം എന്താണ്? അള്ളാഹിന്റെ പ്രവർത്തനം സൃഷ്ടിച്ചു കൊടുക്കലാണ്. നമ്മളെ പ്രവർത്തനമോ, നമ്മളെ പ്രവർത്തന നിമിത്തമായി നീങ്ങലാണ്. ഉദാഹരണത്തിന് പറയാം, എന്റെ കൈ ഞാൻ ഉയർത്തുന്നു. അത് ഉയർത്തണമെന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോഴാണ് ഉയർത്തുന്നത്. പക്ഷെ ഞാനത് ഉദ്ദേശിക്കണമെങ്കിൽ ആദ്യം അല്ല ഉദ്ദേശിക്കണം. ഞാൻ എങ്ങനെ ഉദ്ദേശിക്കാൻ? അല്ല ഉദ്ദേശിക്കണം. അപ്പോഴേ ഞാൻ ഉദ്ദേശിക്കുള്ളൂ. ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ ഉയർത്തലിനെ അല്ല പടച്ചു തരുമ്പോൾ ഉയർത്തുന്നു. എനിക്ക് സ്വന്തം ഉയർത്താൻ സാധ്യമല്ല. നിങ്ങൾ കണ്ടില്ലേ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീയിലിട്ടു. തീക്ക് സ്വന്തം കരിക്കാൻ കഴിയുമെങ്കിൽ ആ തീ കരിക്കണ്ടേ? പക്ഷേ തീക്ക് കരിക്കാൻ കഴിഞ്ഞില്ല. കാരണം പടച്ചവൻ കരിക്കാൻ കഴിവ് കൊടുത്തില്ല, തീ കരിച്ചില്ല. അപ്പോൾ അല്ലാഹു തആല കഴിവ് കൊടുക്കാതെ ഇവിടെ ഭൗതികമോ അഭൗതികമോ സാധാരണമോ അസാധാരണമോ ഒരാളിൽ നിന്നും പടച്ചവൻ കഴിവ് കൊടുക്കാതെ ഒന്നും കിട്ടൂല. ഇവിടെയാണ് മുശ്രിക്കുകൾക്ക് അബദ്ധം പണഞ്ഞു. മുശ്രിക്കുകൾ എന്ത് മനസ്സിലാക്കി? പടച്ചവനോട് നിർബന്ധിച്ചിട്ടിങ്ങ് വാങ്ങിത്തരും ലാത്തയും ഉസ്സയും. എത്രത്തോളം എന്നറിയോ? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അത് ഇമാം റാസി മാത്രമല്ല, ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ അതാ അസ്തവസ്സുലു വൽ വസീല എന്ന ഈ ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുണ്ട്. രണ്ടാളും പറഞ്ഞ ആശയം എന്താണെന്ന് മുജാഹിദിന്റെ പരിഭാഷ നോക്കി വായിക്കാൻ കേട്ടോളൂ. ലോക കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിലും അദൃശ്യ കാര്യങ്ങളെ അറിയുന്നതിലും രോഗം, സൗഖ്യം, ശാപം, അനുഗ്രഹം, ആഹാരം, രക്ഷ, ശിക്ഷ മുതലായവ നൽകുന്നതിലും മഹാത്മാക്കളായ ചിലർക്കും ചില പങ്കുകളുണ്ടെന്നായിരുന്നു അവർ ധരിച്ചു വന്നത്. അതായത് മഹാത്മാക്കൾക്ക്, ഇവര് പറഞ്ഞതാണ് കേട്ടോ, മഹാത്മാക്കൾക്ക്, മലക്കുകൾക്ക്, അല്ലെങ്കിൽ ഈസാ അലൈഹിസ്സലാമിന്, അവർ യേശു എന്ന് വിളിക്കട്ടെ, എന്ത് വിളിച്ചാലും, അല്ലെങ്കിൽ ഉസൈറിന്, അങ്ങനെ ചില മഹാത്മാക്കൾക്ക്, അല്ലെങ്കിൽ ലാത്തക്ക് ഉസ്സക്ക് രക്ഷയും ശിക്ഷയും കൊടുക്കുന്നതിൽ അല്ലാഹുവോട് പങ്കുണ്ടെന്നാണ് വിശ്വസിച്ചത്. നമ്മൾ വിശ്വസിക്കുന്നതോ ലാ ശരീക ലഹു, പടച്ചവന് ഒരു വിഷയത്തിലും ഒരു പങ്കുകാരനുമില്ല. അപ്പൊ മുശ്രിക്കീങ്ങളെ വിശ്വാസവും നമ്മളെ വിശ്വാസവും ഒരുപോലെയാണെന്ന് പറയുന്നത് മുസ്ലിമിനെ കാഫറാക്കാനല്ലേ? ഇത് മുജാഹിദിന്റെ പരിഭാഷ നോക്കിയാ ഞാൻ വായിക്കുന്നത്. ഇനിയും കേട്ടോ സുഹൃത്തുക്കളെ, 10 കാര്യം ഞാനിവിടെ എണ്ണി പറയുന്നു. ആ 10 കാര്യം ഒരു മനുഷ്യൻ മനസ്സിലാക്കിയാ പിന്നോ മുജാഹിദാവൂല. ഒന്ന്, ശിർക്ക് എന്നതിന്റെ ഭാഷാർത്ഥം ബഹുദൈവ വിശ്വാസം, തെളിവ് മുജാഹിദിന്റെ പരിഭാഷ. മറ്റൊന്ന് മുശ്രിക്ക് എന്നതിന്റെ ഭാഷാർത്ഥം, അത് ബഹുദൈവ വിശ്വാസി. ഇത് രണ്ടും മുസ്ലിമിന് പറയാൻ പറ്റൂലല്ലോ. ഇനി എന്താണ് ശിർക്ക്? അത് മനസ്സിലാക്കിയാൽ ഒരൊറ്റ മുസ്ലിമിനെയും പിന്നെ മുശ്രിക്കാക്കാൻ കഴിയൂല. മൂന്നാമത് മനസ്സിലാക്കേണ്ടതാണ്,
ചില മഹാത്മാക്കൾക്ക് പടച്ചവൻ രക്ഷയും ശിക്ഷയും കൊടുക്കുന്നതിൽ പങ്കുണ്ടെന്ന് വിശ്വസിച്ചു മുശ്രിക്കീങ്ങൾ. നമ്മൾ ഒരിക്കലും പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. എനിക്ക് കേട്ടോ സുഹൃത്തുക്കളെ, പിന്നെ മുശ്രിക്കുകൾ എന്ത് വിശ്വസിച്ചു? ഞാൻ പറഞ്ഞില്ല, ഉമ്മൻചാണ്ടിയെ പോലെ അല്ലാഹുവിനെ പറ്റി വിശ്വസിച്ചു. അത് മുജാഹിദിന്റെ പരിഭാഷ തന്നെ പറയുന്നത് കേട്ടോ, ഞാൻ എന്റെ വകയിൽ പറയുകയല്ല. അള്ളാഹുവിന്റെ അറിവും കഴിവും എല്ലാറ്റിനും ഉപരിയായതാണെന്ന് അവർക്കറിയാം. പക്ഷേ ഒരു മഹാരാജാവ് തന്റെ അധികാരാവകാശങ്ങളിൽ ചിലത് തനിക്ക് പ്രിയപ്പെട്ട ചില പ്രത്യേകക്കാർക്ക് വിട്ടുകൊടുക്കുന്നത് പോലെ അള്ളാഹുവിന്റെ അധികാരാവകാശങ്ങളിൽ ചിലത് അവൻ ചില മഹാന്മാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണെന്നായിരുന്നു അവരുടെ വിശ്വാസം. അപ്പോ ഒരു രാജാവ്, പ്രധാനമന്ത്രി, ക്യാബിനറ്റ് മന്ത്രിമാർക്ക് അവകാശം കൊടുത്തതുപോലെ പ്രിയപ്പെട്ടവർക്ക് അവകാശം കൊടുത്തിട്ട് ആ മന്ത്രിമാര് സഹകരിച്ചില്ലെങ്കിൽ എന്റെ ഭരണം നടക്കൂല എന്നുള്ള നിലക്ക് ആ മന്ത്രിമാരെ റെക്കമെൻഡ് പ്രധാനമന്ത്രി സ്വീകരിക്കുന്നത് പോലെ അതാ ദൈവങ്ങൾ റെക്കമെൻഡ് ചെയ്താൽ അനുസരിക്കൽ നിർബന്ധമാണെന്നായിരുന്നു മുശ്രിക്കുകൾ വിശ്വസിച്ചത്. അത് തന്നെ ഇബ്നു തൈമിയ്യ അത്തവസ്സുൽ വൽ വസീലയിൽ പറയുന്നു. അത് തന്നെ ഇമാം റാസിയും പറയുന്നു. എന്നിട്ട് ഇമാം റാസി അതിനൊരു ആയത്ത് തെളിവും പറയുന്നു. മാലിൽ ളാലിമീന മിൻ ഹമീമിൻ വലാ സഫീഇൻ യുതാഉ. ശിർക്ക് കൊണ്ട് അക്രമം ചെയ്ത കക്ഷികൾക്ക് പടച്ചവൻ അനുസരിക്കേണ്ടി വരുന്ന ഒരു റെക്കമെൻഡുകാരനുമില്ല എന്നല്ല പറയാൻ കാരണം, പടച്ചവൻ വഴിപ്പെടേണ്ടി വരുന്ന ചില റെക്കമെൻഡുകാരുണ്ട് പടച്ചവനെ സ്വാധീനിക്കാനെന്ന് ആ മുശ്രിക്കുകൾ വിശ്വസിച്ചു. ഒരിക്കലും ഒരു മുസ്ലിമും പടച്ചവൻ അനുസരിക്കേണ്ടി വരുന്ന, പടച്ചവനെ വഴിപ്പെടുത്തുന്ന, പടച്ചവനെ കുടുക്കിക്കളയുന്ന ഒരു റെക്കമെൻഡുകാരനും വിശ്വസിക്കുന്നില്ല. എനിക്ക് കേട്ടോ സുഹൃത്തുക്കളെ, സ്വാധീനം ചെലുത്തുമെന്ന് തന്നെയാണ് മുശ്രിക്കുകൾ വിശ്വസിച്ചത്. അതും അയാൾ തന്നെ റഹ്മാനി മൗലവി പറയട്ടെ, അവരുടെ ശുപാർശ അള്ളാഹു സ്വീകരിക്കുകയും അത് അവന്റെ അടുക്കൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യുമെന്നും അവർ ധരിച്ചു വശായി. മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചത് പടച്ചവനെ സ്വാധീനിക്കാൻ കഴിയുമെന്നാണ്. അങ്ങനെ സ്വാധീനിക്കാൻ ഒരാൾക്കും കഴിയില്ല പടച്ചവനെ. അങ്ങനെയാണ് മുസ്ലിമീങ്ങളെ വിശ്വാസം. എന്നിട്ട് തീർന്നില്ല, അതിന്റെ ശേഷം അയാൾ പറയുന്നത് കേട്ടോളൂ. നേരത്തെ സെലഫി പറഞ്ഞില്ലേ പടച്ചവനെ ആരാധിക്കൂ അബൂജഹല് എന്ന അമാനി മൗലവി പറയുന്നത് കേട്ടോ. എന്താണ്? ഈ അടിസ്ഥാനത്തിൽ പലതരം ആരാധനകളും നേർച്ച വഴിപാടുകളും ആ മഹാത്മാക്കൾക്ക് വേണ്ടിയും അവർ നടത്തി വന്നു. ആരാധന നടത്തുകയാണ് ചെയ്തത്. മഹാത്മാക്കളെ സിയാറത്ത് ചെയ്യുകയല്ല, മഹാത്മാക്കളെ വിളിക്കുകയല്ല, മഹാത്മാക്കളെ ബർക്കത്തിൽ വിശ്വസിക്കുകയല്ല, മഹാത്മാക്കളോട് തേടുകയല്ല, ആരാധിക്കുകയാണ് ചെയ്തത് എന്ന് വ്യക്തമായി അമാനി മൗലവി പറയുന്നു. എനിക്ക് കേട്ടോ, ഇതുവഴി പ്രസ്തുത മഹാത്മാക്കൾക്ക് യഥാർത്ഥ ദൈവത്തിന്റെ സ്ഥാനം കൽപ്പിക്കപ്പെടുകയും മുശ്രിക്കുകൾ ചെയ്ത പണിയാ പറയുന്നത്. ലാത്തക്കും ഉസ്സക്കും യഥാർത്ഥ ദൈവമായ പടച്ചവന്റെ സ്ഥാനം കൊടുത്തു. സകലവിധ ആരാധനകളും അവർക്കായി അർപ്പിക്കുകയും പതിവായിരുന്നു. അപ്പൊ ആരാധന മുഴുവൻ ലാത്തക്കും ഉസ്സക്കുമാണ്. അള്ളാഹ്ക്കല്ല നിസ്കരിച്ചത്, അള്ളാഹ്ക്കല്ല നോമ്പെടുത്തത്, അള്ളാഹ്ക്കല്ല ഹജ്ജ് ചെയ്തത്, അവകൾക്കാണ് ആരാധന നടത്തിയത്. യഥാർത്ഥ ദൈവമായ അള്ളാഹുവിനുള്ള സ്ഥാനമാനങ്ങൾ വെറും വാക്കുകളിൽ മാത്രം അവശേഷിക്കുകയും ചെയ്തു. പടച്ചവൻ വെറും വാക്കിൽ മാത്രം, ആകാശം ഭൂമി പടച്ചവൻ കഴിഞ്ഞ് വാക്കിൽ മാത്രം അല്ലാഹ്, ആരാധന മുഴുവൻ മറ്റ് ദൈവങ്ങൾക്ക്. ഈ നിലക്കാണ് അബൂജഹൽ നടന്നതെന്ന് മുജാഹിദിന്റെ പരിഭാഷ പോലും സെലഫി വായിച്ച് മനസ്സിലാക്കിയില്ല. ഞാൻ പറഞ്ഞു വന്നത് അവരുടെ പരിഭാഷയെങ്കിലും ശരിക്കൊന്ന് മനസ്സിരുത്തി വായിച്ച് ഈ 10 കാര്യം ഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും സുന്നികളെ അബൂജഹലിനെ പോലത്തെ മുശ്രിക്കാണെന്ന് പറയാൻ കഴിയില്ലായിരുന്നു. ഇനി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ സുഹൃത്തുക്കളെ, ഒരുപാട് വിഷയങ്ങളുണ്ട് ഇവിടെ പറയാൻ. മുജാഹിദിന്റെ നേതാവ് ഉമർ മൗലവി എന്ത് പറഞ്ഞു? ഉമർ മൗലവി ചന്ദ്രികയെ വിമർശിക്കുകയാണ്. ചന്ദ്രികയെ വിമർശിച്ചൊരു ലേഖനം ഉമർ മൗലവിന്റെ വകയിൽ കൊടിയ ശിർക്ക് കെ ഉമർ മൗലവി 22/1/1984 ചന്ദ്രികാ പത്രത്തിൽ പ്രശാന്തമായ മദീന നഗരം
എന്ന തലവാചകത്തിലുള്ള കുറിപ്പിൽ വന്നൊരു വാചകം എന്നെ വളരെ വിഷമിപ്പിച്ചു. സമുദായത്തിൽ പടർന്നു പിടിച്ചുള്ള ശിർക്കിന്റെ ആഴവും പരപ്പും വ്യക്തമാക്കുന്ന ഒരു വാചകമാണത് എന്നുകൊണ്ട് ചന്ദ്രികയെ വിമർശിച്ചുകൊണ്ട് ഉമർ മൗലവിയുടെ ഒരു ലേഖനം. ആ ലേഖനത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ചന്ദ്രികയിൽ വന്ന പ്രസ്തുത വാചകം ബഹളമയമായ പാശ്ചാത്യ ലോകത്തിലെ 20 വർഷങ്ങൾക്ക് ശേഷം പ്രവാചകന്റെ അനുഗ്രഹം കാണിച്ചു വന്ന എനിക്ക് എന്നോ നഷ്ടപ്പെട്ടു പോയ ശാന്തിയാണ് ഇവിടെ ദർശിക്കാൻ സാധിച്ചത്. വിട പറയാനിരിക്കുന്ന ഒരു അമേരിക്കൻ തീർത്ഥാടകന്റെ പ്രതികരണമാണിത്. മദീനത്ത് വന്നിട്ട് പോകുമ്പോ ഒരു അമേരിക്കക്കാരൻ പറഞ്ഞതാ, മദീനത്ത് വന്നപ്പോ 20 പ്രവാചകന്റെ അനുഗ്രഹം കാണിച്ചു വന്നതാണ് ഞാന്. ഇയാളെ പറ്റി പറയാൻ, മാന്യ വായനക്കാരെ, പ്രവാചകന്റെ അനുഗ്രഹം കാണിക്കുക എന്ന് പറഞ്ഞല്ലോ, അതാണ് ശിർക്ക്, കഠിനമായ ശിർക്ക്, ദിമാരാധനയെക്കാളും കടുത്ത ശിർക്ക്. നിങ്ങൾ ആലോചിക്കണേ, അമാനി പോലെ ഖുർആൻ പരിഭാഷ എഴുതുമെന്ന് അയാൾ അതല്ലേ പറയേണ്ടത്? പ്രവാചകന്റെ അനുഗ്രഹം പ്രതീക്ഷിക്കല ശിർക്ക് എന്നല്ലേ പറയേണ്ടത്? അയാൾ പറഞ്ഞത് അള്ളാഹുവിന് സമന്മാരെ അള്ളാന്റെ വിശേഷണങ്ങളിലോ അള്ളാന്റെ ദാത്തിലോ അള്ളാന്റെ പ്രവൃത്തിയിലോ പങ്കുകാരോ സമന്മാരോ ഉണ്ടെന്ന് വിശ്വസിക്കലാണ് ശിർക്ക്. അള്ളാഹുവിന്റെ റസൂലിന്റെ അനുഗ്രഹം ആഗ്രഹിക്കൽ ശിർക്കാണെന്ന് ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? വല്ല ഇമാമും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല. ഇത് ഉമർ മൗലവി മുസ്ലിമീങ്ങളെ കാഫിറാക്കാൻ പറഞ്ഞ വാചകമാണ്. പ്രവാചകന്റെ അനുഗ്രഹം കാംക്ഷിച്ചുകൂടെന്നോ? അള്ളയല്ലേ പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആലമീൻ എന്ന വാചകത്തിൽ പെടാത്ത ഒരു സൃഷ്ടിയുമില്ല. നബിയുടെ കാലത്ത് മാത്രമുള്ളവരല്ല, അന്ത്യനാൾ വരെയുള്ളവർ പെടൂലേ അതിൽ. ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി മാത്രമാണ് അങ്ങേ അയച്ചിട്ടുള്ളത്. അപ്പൊ ആ അനുഗ്രഹം ആഗ്രഹിച്ചാൽ ശിർക്കാണെന്ന് പരിശുദ്ധ ഖുർആനിനെതിരെ, ചന്ദ്രികക്കെതിരെയല്ല, പരിശുദ്ധ ഖുർആനിനെതിരെ ഉമർ മൗലവി എഴുതുന്നു. ഇതൊരിക്കലും ഒരു മുസ്ലിമിന് വിശ്വസിക്കാൻ പറ്റൂല. ഇത് മുസ്ലിമീങ്ങളെ കാഫറാക്കാൻ വേണ്ടിയെടുത്ത കുതന്ത്രമാണ്, തെറ്റിദ്ധരിപ്പിക്കലാണ്. ഇയാള് പിന്നെ പറയാണ്, ഹജ്ജിന് പോയാൽ മദീനത്തും കൂടി പോകുന്ന പതിവ് പിൽക്കാലത്ത് തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിക്കുന്ന മുജാഹിദ് സുഹൃത്തുക്കൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. ഓ മുജാഹിദ് സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, മദീനത്ത് നിങ്ങൾ ഹജ്ജിന് പോയാൽ പോകാറില്ലേ? അത് പിൽക്കാലത്ത് തുടങ്ങിയതാണ് ഉമർ മൗലവി പറയുന്നത്. ഹജ്ജിന് പോയാൽ മദീനത്തും കൂടി പോകുന്ന പതിവ് പിൽക്കാലത്ത് തുടങ്ങി. പിൽക്കാലത്ത് തുടങ്ങിയാൽ പറ്റൂല എന്ന് നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് കേട്ടോ. എന്നാൽ ആ പോക്ക് 2 വിധത്തിലാകുന്നു. മദീനത്തെ പള്ളിയിൽ നമസ്കരിക്കുന്നത് അതിപുണ്യമായതുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തവും അനുഗ്രഹവും കാംക്ഷിച്ചു പോവുക. ഇത് ഇയാൾക്ക് ഒന്നും അറിയില്ല അതല്ലേ അർത്ഥം? മദീനത്തെ പള്ളിക്ക് 1 ലക്ഷമാണെങ്കിൽ മക്കത്തെ പള്ളിക്ക് 10 ലക്ഷമാ പ്രതിഫലം. പിന്നെ എങ്ങനെ അതിപുണ്യം മദീനത്ത് കിട്ടുക? 10 കൂടുതൽ മക്കത്തല്ലേ. പിന്നെ ഹജ്ജിന് പോയോ പിന്നെ ഇതിന് അതിപുണ്യത്തിൽ ആ 10,000 സ്ഥലത്തുനിന്ന് കൂടുതൽ കിട്ടാൻ വേണ്ടി 1000 സ്ഥലത്ത് പോവാണോ? 10 ലക്ഷമുള്ള സ്ഥലത്ത് നിന്ന് 1 ലക്ഷത്തിന് പോവാണോ? അതെങ്ങനെ അതിപുണ്യമാവുക? ഉമർ മൗലവിക്ക് എന്ത് പറ്റിപ്പോയി? എനിക്ക് കേട്ടോ ഇയാൾ പറയുന്നു, ഇത് മുവഹിദുകളുടെ നിലപാടാകും. അതെ, 10 ലക്ഷം കിട്ടുന്ന സ്ഥലത്ത് നിന്ന് 1 ലക്ഷം കിട്ടുന്ന സ്ഥലത്തേക്ക് പോകുന്നത് അതിപുണ്യത്തിനാണെന്ന് വിശ്വസിച്ചാൽ മുവഹിദായി. അത് വിശ്വസിക്കാൻ ഒരു ബുദ്ധിയുള്ളവർ കിട്ടുമോ? 10 ഇരട്ടി കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞതിന് പോവാ. എനിക്ക് കേട്ടോ ഇയാൾ പറയാണ്, രണ്ടാമത്തേത് നബി അനുഗ്രഹം കാണിച്ചു പോകുക. ഇത് ശിർക്കിന്റെ ദുസ്വഭാവമാകുന്നു. മിക്ക ആളുകളുടെയും സ്ഥിതി ഇത് തന്നെയാണ്. ശിർക്കിന് വേണ്ടിയാണ് മദീനത്ത് പോകുന്നത്. ഇത് വെച്ചിട്ടല്ലേ ഉമർ മൗലവിയുടെ അനുയായി അതേ ഹജ്ജിന് പോകുന്ന മുഴുവനാളും മുശ്രിക്കാണെന്ന് പറഞ്ഞത്? ഒന്ന് കേട്ടോളൂ. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാർ അവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ഷിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ? ഇല്ല. നിസ്കാരം ഉണ്ടോ? ഇല്ല. സക്കാത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത് അല്ലേ? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ.
ബാക്കിയൊക്കെ ഔട്ടായി. ഹജ്ജിന് പോകുന്ന ലക്ഷങ്ങൾ മുസ്ലിക്കാണെന്ന് പറയാൻ ഒരു പ്രയാസവും അദ്ദേഹത്തിനുണ്ടായില്ല. കാരണം മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുഗ്രഹം കാംക്ഷിച്ചു പോകുന്നവരാണ്. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ അബൂ ജഅഫറുൽ മൻസൂർ എന്ന് പറയുന്ന ഒരു ഗവർണർ അല്ലെങ്കിൽ ഭരണാധികാരി, ആ ഭരണാധികാരിയുമായി ഒരു ചർച്ച. ആ ചർച്ചയിൽ ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, വഅന്ന ഹുർമതഹു മയ്യിതൻ കഹുർമതിഹി ഹയ്യാ. വഫാത്തിന് മുമ്പ് റസൂലുള്ളാഹിക്ക് എന്ത് ബഹുമാനമുണ്ടോ അതേ ബഹുമാനമാണ് വഫാത്തിന് ശേഷവും എന്ന് പറഞ്ഞപ്പോൾ അച്ചടക്കത്തോടെ നിന്ന ഭരണാധികാരി ചോദിക്കാണ്, അസ്തഖ്ബിലുൽ ഖിബ്ലത വഅദഉ അമ്മ അസ്തഖ്ബിലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ മാലിക് ഇമാം തങ്ങളെ, ഞാൻ അല്ലാഹുവിനോട് ദുആ എടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിലേക്ക് മുന്നിട്ട് കൊണ്ടാണോ ദുആ നടത്തേണ്ടത്, അല്ല ഖിബ്ലക്ക് തിരിഞ്ഞുകൊണ്ടാണോ ദുആ നടത്തേണ്ടത്? ഫഖാല, അപ്പോൾ മാലിക് ഇമാം പറയാണ്, വലിമ തസ്രിഫു വജ്ഹക അൻഹു, നിങ്ങൾ എന്തിനാണ് മുഹമ്മദ് നബിയിൽ നിന്ന് നിങ്ങളെ മുഖം തിരിക്കുന്നത്? വഹുവ വസീലതുക വവസീലത്തു അബീക ആദം അലൈഹിസ്സലാം ഇലല്ലാഹി തആല യൗമൽ ഖിയാമ. ആ മുഹമ്മദ് നബി ഖിയാമത്ത് നാളിൽ നിങ്ങളുടെയും നിങ്ങളെ ഉപ്പാപ്പ ആദം നബിയുടെയും ഇടയാളനല്ലേ? നിങ്ങൾ എന്തിനാണ് ഇയാറത്ത് ചെയ്യുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ഖിയാമത്ത് നാളിൽ വസീലയല്ലേ എന്ന് പറയുന്ന വിഷയം എന്താണ്? ബലിസ്തഖ്ബിൽഹു, നിങ്ങളിപ്പോൾ മുഹമ്മദ് നബിയിലേക്ക് മുന്നിട്ട് നിന്നു. വസ്തശ്ഫീ ബിഹി, എന്നിട്ട് നബിയോട് ശഫാഅത്ത് തേടിക്കോ, നബിയോട് ശഫാഅത്ത് തേടിക്കോ. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, ഫയുശഫിഉല്ലാഹ്, അപ്പ അല്ലാഹു തആല നബിയുടെ ശഫാഅത്ത് സ്വീകരിക്കും. എന്താണ് അതിന് തെളിവ്? ഖാലല്ലാഹു തആല, അല്ലാഹു പറഞ്ഞ ഖുർആനാണ് തെളിവ്. വലൗ അന്നഹും യളമു അൻഫുസഹും അൽ-ആയ, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെങ്ങാനും വല്ല തെറ്റും ചെയ്തു പോയാൽ നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വന്നിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും നബിയോട് നിങ്ങളെ തെറ്റിനെ സംബന്ധിച്ച് സങ്കടം ബോധിപ്പിക്കുകയും എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്താൽ അല്ലാഹു പുറത്തു തരുമെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു കസീർ പറഞ്ഞ തഫ്സീർ അനുസരിച്ചാണ് ഞാൻ ഈ അർത്ഥം പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്, അതുകൊണ്ട് നബിയിലേക്ക് മുന്നിട്ട് നിന്നോ, വസ്തശ്രീബിഹി, നബിയോട് ശഫാഅത്ത് തേടിക്കോ. ഇവിടെ ഞാൻ നാദാപുരത്ത് പ്രസംഗിക്കുമ്പോ ബലിസ്തഖ്ബിൽഹു വസ്തശ്രീബിഹി എന്ന മാലിക് ഇമാമിന്റെ വാക്ക്, അത് ഈ ദുനിയാവിലെ സിയാറത്ത് ചെയ്യുമ്പോൾ നബിയിലേക്ക് മുന്നിട്ട് നിന്നിട്ട് ശഫാഅത്ത് തേടിക്കോ എന്നല്ലേ പറഞ്ഞത്. ആ വാക്ക് ഞാൻ എടുത്തുദ്ധരിച്ചു. അപ്പോൾ അതിന് മുമ്പ് പറഞ്ഞ എന്ന വാചകം ഞാൻ പറയേണ്ടതുമില്ല, അർത്ഥം പറയേണ്ടതുമില്ല. കാരണം എന്നോട് ചോദ്യം, റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടണമെന്ന് വല്ല ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ടോ, തേടാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മുന്നിട്ട് നിന്ന് ശഫാഅത്ത് തേടിക്കോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകമല്ലേ ഞാൻ പറയേണ്ടതുള്ളൂ. അത് പറഞ്ഞപ്പോൾ അതിന് മറുപടി ഇല്ലാതെയായ ചാർജയിൽ വരുന്ന മൗലവി നാദാപുരത്ത് 1 മണിക്കൂറോളം സമയം പോക്കിയത് എങ്ങനെയാണെന്നറിയോ? ഇതാ പേരോടിനെ പിടികൂടാൻ പോകുന്നു, തൊണ്ടി സഹിതം പിടിക്കുന്നു എന്ന് പറഞ്ഞ 1 മണിക്കൂർ പ്രസംഗം. നിങ്ങൾ വിചാരിച്ച് പേരോടി എന്തോ ആവും, എനിക്ക് നാദാപുരത്ത് വരുത്തുണ്ടാവില്ല. ഒരൊറ്റ പ്രസംഗം 1 മണിക്കൂർ. ഈ സാധുക്കൾക്ക് മനസ്സിലാവും അയാൾ പറ്റിക്കുന്ന കബളിച്ചിക്കല്. അയാൾ പറയാ, ഇതാ വസീലത്തു അബീക ആദം അലൈഹിസ്സലാം ഇലല്ലാഹി തആല യൗമൽ ഖിയാമ, അവിടെ അന്ത്യനാളിന്റെ വിഷയമാ പറയുന്നത്, അല്ലാതെ ഇവിടുത്തെ ശഫാഅത്ത് തേടലല്ല. അന്ത്യനാളിൽ വസീലയാണ്, അതുകൊണ്ട് ഇപ്പോൾ നബിയിലേക്ക് മുന്നിട്ടോ, എന്നിട്ട് നബിയോട് ശഫാഅത്ത് തേടിക്കോ എന്നാ പറഞ്ഞത്. ആ വാചകം അയാൾ വായിക്കുന്നു, അർത്ഥം പറയുന്നില്ല. നാദാവിന് വായിക്കുന്നു, അർത്ഥം പറയുന്നില്ല. അത് നിങ്ങളൊന്ന് കേട്ടോ, അയാളെ തട്ടിപ്പ്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലയും അതുപോലെ തന്നെ അബൂ ജഅഫർ എന്ന് പറയുന്ന ഒരു ഗവർണറും മദീനത്തെ പള്ളിയിൽ വെച്ചുണ്ടായ സംഭാഷണത്തിനിടയിൽ അബൂ ജഅഫർ
അബൂ ജഅഫർ ഇമാം മാലിക്കിനോട് ചോദിക്കേണ്, ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിങ്കൽ വന്ന് നിൽക്കുമ്പോ ഞാൻ ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണോ പ്രാർത്ഥിക്കേണ്ടത് അതോ റസൂലുള്ളാഹിയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണോ പ്രാർത്ഥിക്കേണ്ടത്? അതിന് ഇമാം മാലിക്കിന്റെ മറുപടി എന്താണ്? എന്തിനു നീ അള്ളാഹിന്റെ റസൂലിൽ നിന്ന് മുഖം തിരിക്കണം? ആ റസൂല് നിന്റെയും അതുപോലെ തന്നെ നിന്റെ പിതാവായ ആദം അലൈഹിസ്സലാമിന്റെയും വസീലയാണല്ലോ. എപ്പോൾ? ദുനിയാവിലെ കാര്യമല്ല ഇലല്ലാഹി തആല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിലേക്കുള്ള വസീലയാണല്ലോ. ഖിയാമത്ത് നാളിൽ എന്ന് പറയുന്ന ഭാഗം പേരോട് കട്ടിട്ട് വിരൽത്തുമ്പുകൾ നഗ്നതയുടെ കഥ പറയുമ്പോൾ, കർണപുടങ്ങൾ മ്യൂസിക്കിൽ ലയിക്കുമ്പോൾ, തികഞ്ഞ ചിത്രങ്ങൾ ഇക്കിളിപ്പെടുത്തുമ്പോൾ, ആത്മീയ വീഥിയിലൂടെ വഴി നടത്താൻ വെബ്സൈറ്റ് യുഗത്തിലേക്കൊരു പുത്തൻ കാൽവെപ്പ് www.huburrasool.net